കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ മോൾഡോവയിലെ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നിക്കോളെ ടെസ്റ്റിമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി. 76 വർഷം പഴക്കമുള്ള ഈ ദേശീയ മെഡിക്കൽ സർവകലാശാല മലയാളികൾക്ക് സുപരിചിതമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ടീച്ചർക്ക് അവിടം വിസിറ്റ് ചെയ്ത അവസരത്തിൽ സാമൂഹ്യ വിഷയങ്ങളിലെ ഓണററി വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച വാർത്ത നമ്മളേവരും കണ്ടിട്ടുള്ളതാണ്. മോൾഡോവയിലെ ഈ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ വിശദമായി നിങ്ങൾ കാണുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് CIS രാജ്യങ്ങളെ അപേക്ഷിച്ച് മോൾഡോവയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ഒരു തീരുമാനമെടുക്കണം? അതിലേക്ക് വെളിച്ചം വീശുന്ന 15 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു യൂറോപ്യൻ മെഡിക്കൽ ഗ്രാജുവേഷനാണ് മോൾഡോവയിൽ നിന്നും ലഭിക്കുന്നത്. റഷ്യയിലെയോ ചൈനയിലെയോ ഒരു മികച്ച യൂണിവേഴ്സിറ്റിയിലാകുന്ന ഫീസോ ജീവിത ചെലവോ പോലും ആകാവുന്നതിൽ കുറഞ്ഞ് മോൾഡോവയിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഗ്രാജുവേഷൻ ലഭ്യമാണ്. യൂറോപ്പിലെ GDP ഏറ്റവും കുറഞ്ഞ ഒരു അഗ്രേറിയൻ എക്കണോമിയാണ് മോൾഡോവ. അതുകൊണ്ട് തന്നെ ഫീസും ജീവിത ചെലവും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലഭിക്കുന്ന അതേ തത്തുല്യമായ അവിടെ എല്ലാം ഫോളോ ചെയ്യുന്ന സിസ്റ്റമുണ്ട്, ECTS, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അക്യുമുലേഷൻ സിസ്റ്റം. അത് ഫോളോ ചെയ്യുന്ന സെയിം ഗ്രാജുവേഷൻ തന്നെയാണ് നിങ്ങൾക്ക് 6 വർഷത്തെ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ മോൾഡോവയിൽ നിന്നും ലഭ്യമാകുന്നത്. നമ്പർ 2, മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരം സംബന്ധിച്ച് എല്ലായ്പ്പോഴും നമ്മൾ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം, WHO അംഗീകാരം എന്നൊക്കെയാണ് പൊതുവെ ഇവ പറഞ്ഞു വരുന്നത്. ഇതിൽ MCAയുടെ അംഗീകാരത്തിൻ്റെ പാറ്റേൺ തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ടത്. ഇത് WFME എന്ന് പറയും, വേൾഡ് ഫെഡറേഷൻ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് WFMEയുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. അതായത് 2023 ശേഷം WFMEയുടെ അക്രഡിറ്റേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഗ്രാജുവേറ്റ് ആകുന്ന വിദ്യാർത്ഥികൾക്ക് USMLE എഴുതാനോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനോ കഴിയുകയില്ല. മോൾഡോവയിലെ ഈ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് 2019 തന്നെ ഈ അംഗീകാരം WFMEയുടെ അക്രഡിറ്റേഷൻ കിട്ടുകയും ഈ റീജിയണിലെ ഈസ്റ്റേൺ യൂറോപ്യൻ റീജിയനിൽ WFME അക്രഡിറ്റേഷൻ കിട്ടിയ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് മോൾഡോവയിലെ നിക്കോളെ ടെസ്റ്റിമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി. നമ്പർ 3, WFMEയുടെ പോലെ തന്നെ US-ലെ പ്രമുഖമായ മറ്റൊരു അംഗീകാരമാണ് കാലിഫോർണിയൻ ഡെന്റൽ ബോർഡിൻ്റെ അക്രഡിറ്റേഷൻ. യൂറോപ്പിലെ കാലിഫോർണിയൻ ഡെന്റൽ ബോർഡിൻ്റെ ഫുൾ അക്രഡിറ്റേഷനുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് USMF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നിക്കോളെ ടെസ്റ്റിമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി. അതായത് USMFൽ നിന്നും ഗ്രാജുവേറ്റ് ആയിട്ട് വരുന്ന ഡെന്റിസ്റ്റ് ഗ്രാജുവേറ്റ്സിന്, അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിന്, അവർക്ക് US-ൽ ലൈസൻസിങ് എക്സാമിനേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഈ ബാച്ച് പൂർണ്ണമായും US ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ US സിറ്റിസൺസിനും മാത്രമായിട്ട് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് എക്സ്ക്ലൂസീവായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഉള്ള ഡെന്റിസ്ട്രി ഗ്രാജുവേറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഈ USMF എന്ന യൂണിവേഴ്സിറ്റി പുലർത്തി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അംഗീകാരവും യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡും. നമ്പർ 4, മോൾഡോവ മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളെയും പോലെ തന്നെ ജർമ്മൻ സിസ്റ്റം ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ 6 വർഷത്തെയുള്ള ഈ കോഴ്സുകളിൽ ആദ്യത്തെ 3 വർഷം കൂടുതൽ തിയറിയും അനാറ്റമി പോലെയുള്ള ബന്ധപ്പെട്ട ഡിസെക്ഷനൊക്കെയുള്ള പ്രാക്ടിക്കൽ സെഷൻസും, അടുത്ത 3 വർഷം കൂടുതൽ ഹോസ്പിറ്റൽ ട്രെയിനിങ്ങും ഇൻറ്റേൺഷിപ്പുകളും ക്ലിനിക്കൽ പ്രാക്ടീസുകളും കുറച്ച് തിയറിയും വരുന്ന ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. യൂറോപ്പിലെ എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും ഈ 6 വർഷത്തെ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ഇവയെല്ലാം ഒരേ സിലബസിൻ്റെ ഏകീകൃതമായ ഒരു സിലബസിന് കീഴിലാണ് വരുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് ECTS എന്നാണ്, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അക്യുമുലേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നു. അതായത് 1-ാം വർഷം മോൾഡോവയിൽ പഠിച്ച ഒരാൾക്ക് 2-ാം വർഷം ഹംഗറിയിലോട്ടോ പോളണ്ടിലോട്ടോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പഠിച്ച ഒരാൾക്ക് 3-ാം വർഷമോ 4-ാം വർഷമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വർഷം മോൾഡോവയിലേക്കോ ക്യാമ്പസ് ട്രാൻസ്ഫർ സാധ്യമാകുന്ന ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിൻ്റെ കീഴിലാണ് യൂറോപ്പിലെ എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും ഉള്ളത്. അതുകൊണ്ട് തന്നെ
മോൾഡോവ എല്ലാ യൂറോപ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും വെച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞ ചിലവ് കുറഞ്ഞ് കിട്ടുന്ന വളരെ വൈഡ്ലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ മെഡിക്കൽ ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ECTSൻ്റെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ അഡ്വാൻറ്റേജ് ഏത് രാജ്യത്തും പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിലിറ്റിയും അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്പർ 5, നേരത്തെ ഞാൻ പറഞ്ഞ ഈ യൂറോപ്യൻ ECTSൻ്റെ അതേ യോഗ്യത തുടരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സിന് യൂറോപ്യൻ യൂണിയനിലെ ഏത് രാജ്യത്തും പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. ചില രാജ്യങ്ങൾ ചെറിയ നിബന്ധനകൾക്ക് വിധേയമായി. ഫോർ എക്സാമ്പിൾ ജർമ്മനി ആയിരുമ്പോൾ അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജും അപ്രിപ്പറേഷൻ പോലെയുള്ള ചില കടമ്പകൾ കടക്കുക. മറ്റ് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ചില കണ്ടീഷൻസ്, ചില ലാംഗ്വേജ് ആയിരിക്കാം, അത്തരം ബാരിയേഴ്സ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. മാത്രമല്ല US-ലേക്കുള്ള USMLയുടെയും ബ്രിട്ടനിലേക്കുള്ള പ്ലാബ് എക്സാമിനേഷൻ്റെയും കമ്പാറ്റബിൾ സിലബസ് കൂടിയാണ് മോൾഡോവയിൽ ഫോളോ ചെയ്യുന്നത്. അതായത് ഈ മോൾഡോവയിലെ യൂറോപ്യൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം തുറന്നു തരുന്നത് യൂറോപ്പും US-ഉം UK-യും അടങ്ങിയ ലോകത്തിലെ ഏറ്റവും ജർമ്മനിയുമൊക്കെ അടങ്ങിയ, അത് യൂറോപ്പിൻ്റെ ഭാഗമാണെങ്കിലും ജർമ്മനി കുറച്ചും കൂടി വ്യത്യസ്തമായ ചില സിസ്റ്റംസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഒരു മെഡിക്കൽ പ്രാക്ടീസിങ്ങിനുള്ള അവസരമാണ് തുറന്നു തരുന്നത്. നമ്പർ 6, നിങ്ങൾ ഏത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പഠിച്ചാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. ചൈനയിലാണെങ്കിൽ അത് 4 വർഷവും റഷ്യയിലാണെങ്കിൽ 6 വർഷവും നിങ്ങൾ ഈ റഷ്യൻ ഭാഷയും പഠിച്ചിരിക്കണം. എന്നാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് മോൾഡോവയ്ക്കുള്ള ഈ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് റൊമേനിയനാണ്. അത് സെയിം ലാറ്റിൻ ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പഠിക്കാനും വായിക്കാനും ഇംഗ്ലീഷ് പഠിക്കുന്ന ഏവർക്കും കുറച്ച് എളുപ്പമാണ്. മാത്രമല്ല അവിടുത്തെ നേറ്റീവ്സ് ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കൽ ആയിട്ടുള്ള ഇൻട്രാക്ഷന്, കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ ഈ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ നിബന്ധന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം ലോകമെമ്പാടും ഫോളോ ചെയ്യുന്നത് പേഷ്യൻ്റ് ഇൻട്രാക്ഷന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണം, കർണാടകയിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കന്നഡ അറിഞ്ഞുകൂടെങ്കിൽ അവിടുത്തെ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ സാധ്യമല്ല. അപ്പോൾ മോൾഡോവയിലെ ഈ റൊമേനിയൻ ലാംഗ്വേജ് മറ്റേത് വിദേശ രാജ്യങ്ങളിലെയും ഈ അതിനടുത്തുള്ള മറ്റ് ജോർജിയ, ഉക്രൈൻ, റഷ്യ, ചൈന, അല്ലെങ്കിൽ കിഴക്കോട്ടുള്ള ചൈന, ഏത് രാജ്യം എടുത്താലും ആ ലാംഗ്വേജുകളൊക്കെ പഠിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന സെയിം ഇംഗ്ലീഷിന് ഉപയോഗിക്കുന്ന അതേ ആൽഫബറ്റ്സ്, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ആൽഫബറ്റ്സ് ആണ്. പല വാക്കുകളും സാമ്യമുള്ളതാണ്. 2 വർഷം ഒരു പ്രത്യേക ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കാനുണ്ടാകും. പഠനം മുഴുവൻ ഇംഗ്ലീഷിലാണെങ്കിലും ഒരു ലാംഗ്വേജ് പേപ്പർ ഉണ്ടായിരിക്കും. അത് മറ്റേത് രാജ്യത്തേക്കാളും എളുപ്പമാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും. പിന്നെ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ആളുകൾ കൂടുതലുള്ള ഒരു യൂറോപ്യൻ രാജ്യം കൂടിയാണ് മോൾഡോവ. 7ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ റൊമേനിയൻ ലാംഗ്വേജ് ഒരു പേപ്പറായി പഠിക്കുന്നതുകൊണ്ടും അവിടുത്തെ പ്രാദേശിക ഭാഷമായ റൊമേനിയൻ ലാംഗ്വേജിൽ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ നടത്തുന്നതുകൊണ്ടും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ റൊമേനിയയിൽ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു. നിങ്ങളുടെ റൊമേനിയൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് B2 ലെവലിലെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. റൊമേനിയയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും റൊമേനിയയിൽ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്യും. യൂറോപ്യൻ യൂണിയനിലെ ഒരു ഫുൾ മെമ്പറായിട്ടുള്ള രാജ്യമാണ് റൊമേനിയ. മോൾഡോവ യൂറോപ്യൻ യൂണിയനിലെ അസോസിയേറ്റ് മെമ്പറാണ്. അപ്പം ഫുൾ മെമ്പറായ റൊമേനിയയിൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഡയറക്റ്റ് പ്രാക്ടീസിന് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്, മോൾഡോവയിലെ ഏക മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് നിക്കോളെ ടെസ്റ്റിമിറ്റാനു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി എന്ന ഈ USMF എന്നറിയപ്പെടുന്ന സ്ഥാപനം. അതുകൊണ്ട് തന്നെ 12 പ്രധാനപ്പെട്ട റഫറൽ ഹോസ്പിറ്റലുകൾ യൂണിവേഴ്സിറ്റിയുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 50-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ, 72-ലധികം ക്ലിനിക്കുകൾ, 10,000-ലധികം ബെഡഡ് ഹോസ്പിറ്റൽസാണ് മൊത്തമുള്ളത്. മാക്സിമം പേഷ്യൻ്റ് ഇൻട്രാക്ഷൻസ് സാധ്യമാകുന്നു. നമ്പർ ഓഫ് സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ആകെ വിദേശ വിദ്യാർത്ഥികളെ എടുക്കുന്നത് 350 വിദേശ വിദ്യാർത്ഥികളെ എടുക്കുന്നതിൽ 200 എണ്ണം കഴിഞ്ഞ വർഷങ്ങളായുള്ള ശ്രമഫലമായി 200 വരെ ഇന്ത്യക്കാരെ മാക്സിമം അവർ അക്കോമഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്ത് പഠിക്കുന്ന ആയിരങ്ങളിൽ ഒരുവനായിട്ടല്ല ഇറങ്ങുന്നത്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഏക നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും ഏക മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും, പ്രൈവറ്റായിട്ട് ഇവിടെ വേറെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇല്ല, അവിടെ നിന്ന് ഇറങ്ങുന്ന വിരലിലെണ്ണാവുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള യൂറോപ്യൻ ഗ്രാജുവേറ്റിൽ ഒരാളായിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത്. മാക്സിമം പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ കിട്ടുന്നത് തന്നെ കൂടുതൽ ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. 9ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ട്രൂ ഇൻ്റർനാഷണൽ ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. മോൾഡോവ അതും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. 36 രാജ്യങ്ങളിൽ നിന്നും 6100-ലധികം വിദ്യാർത്ഥികളാണ്
മെഡിസിൻ, ഡെൻറ്റിസ്ട്രി, ഫാർമസി എന്ന മെയിൻ സ്ട്രീം ആയിട്ടുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗങ്ങളിൽ സബ്ജക്റ്റുകളിൽ അവിടെ പഠിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും വിവിധ രാജ്യങ്ങളുള്ള സിറ്റിസൺസ്, എല്ലാ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലും ഒരു ട്രൂ ഇൻ്റർനാഷണൽ ആംബിയൻസ് ഒരു യൂറോപ്യൻ രാജ്യത്ത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ മോൾഡോവയിൽ കഴിയുന്നു. ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി വിദേശ രാജ്യങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് 10ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ആധുനിക ലോകത്ത് രോഗം നിർണ്ണയിക്കുന്നത് ഡോക്ടറല്ല, ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സും ടെസ്റ്റുകളും സ്കാനിംഗ് റിപ്പോർട്ടുകളും തുടങ്ങിയിട്ടുള്ള റിസൾട്ടുകളുമൊക്കെയാണ് ഈ രോഗനിർണ്ണയത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക മെഡിക്കൽ വിദ്യാഭ്യാസം, മോഡേൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായി ഏറ്റവും അധികം ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കുന്നു. വിദേശത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ, US തുടങ്ങിയ രാജ്യങ്ങളിൽ പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇതാണ്. അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസം ഹൈലി ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആണ്. മോൾഡോവയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ USMF-ൽ ഏറ്റവും മികച്ച, ഏറ്റവും ആധുനികമായ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതുകൂടാതെ തന്നെയുള്ള മറ്റു ഫെസിലിറ്റീസ് ഒക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് ഉള്ളത്. എ ട്രൂലി വേൾഡ് ക്യാമ്പസ്, കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള, യൂറോപ്യൻ യൂണിയൻ്റെ അടക്കമുള്ള ഫണ്ടിങ് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് മോൾഡോവയിൽ ലഭ്യമാണ്. 11ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റും ഈ മെഡിക്കൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ആധുനിക മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും സിമുലേഷൻ സെൻറ്റർ എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നും നിർഭാഗ്യവശാൽ അതില്ല എന്ന് മാത്രമല്ല, ചില യൂണിവേഴ്സിറ്റികളിൽ അതുണ്ട്, ഒന്നോ രണ്ടോ ഭാഗം മാത്രം. എന്നാൽ മോൾഡോവയിൽ യൂറോപ്യൻ യൂണിയൻ ഫണ്ട് ചെയ്ത ഈസ്റ്റേൺ യൂറോപ്പിലെ നമ്പർ 1 ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ യൂറോപ്പ് എന്ന് അവകാശപ്പെടുന്ന മാത്രമല്ല, പ്രാവർത്തികമായിട്ടും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സിമുലേഷൻ സെൻ്ററാണ് ഉള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോകളിലും യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വീഡിയോകളിലും കാണാവുന്നതാണ്. 4th ഇയർ ആകുമ്പോൾ തന്നെ ഇവിടുത്തെ നിങ്ങൾക്ക് ഏകദേശം 4th ഇയർ മുതൽ 200-ലധികം കേസസ്ക്കായിട്ട് ബന്ധപ്പെട്ട് ഈ സിമുലേഷൻ സെൻ്റർ പ്രാക്ടീസിൽ വയ്ക്കും. 4th ഇയറിലെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ കാണുന്നുണ്ടായിരിക്കും. 4th ഇയറിലെ ചില കുട്ടികൾ കീഹോൾ സർജറി പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ സീനിയറായിട്ടുള്ള മെഡിക്കൽ സർജൻസിന് പോലും അപ്രാപ്യമായിട്ടുള്ളതാണ് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന ഈ കീഹോൾ സർജറിയൊക്കെ. അതൊക്കെ 4ാം വർഷം തന്നെ മോൾഡോവയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞാൽ, വൺ ഓഫ് ദ ബെസ്റ്റ് സിമുലേഷൻ സെൻറ്റർ ഇൻ ദ യൂറോപ്പ് ആൻഡ് നമ്പർ 1 ഇൻ ദ ഈസ്റ്റേൺ യൂറോപ്പ് മോൾഡോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ പ്രധാനമാണ് രോഗികളുടെ അവൈലബിലിറ്റി. അതൊക്കെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. 10,000-ലധികം ബെഡ് ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. അതിൽ 12ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി കോളേജിൽ കഡാവറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. കഡാവർ എന്ന് പറഞ്ഞാൽ അറിയാം, ഡെഡ് ബോഡി എന്ന മെഡിക്കൽ ടേമാണ് കഡാവർ. പല വിദേശ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പിൽ വളരെ വലിയ ഒരുപാട് നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റിയുള്ള പല രാജ്യങ്ങളിലും, ഇതിൻ്റെ അടുത്തുള്ള പല രാജ്യങ്ങളിലും കഡാവർ ഇല്ലാതെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്നത്. എന്നാൽ മോൾഡോവയിൽ കഡാവർ അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനമായി പലപ്പോഴും കുട്ടികളും പേരൻസും അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു സംശയമാണ്, അവിടെ ഡെഡ് ബോഡി ഉണ്ടോ, കഡാവർ ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി പേരെടുത്ത് പറഞ്ഞാൽ ജോർജിയ അടക്കമുള്ള രാജ്യങ്ങളിൽ അവ നിയമപ്രകാരം കഡാവർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ മോൾഡോവയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ കഡാവർ ഉണ്ട്. അതുതന്നെ കഡാവറും ഡിസെക്ഷനുമൊക്കെ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് മോൾഡോവയുടെ മറ്റൊരു അഡ്വാൻറ്റേജ്. നമ്പർ 13, പലപ്പോഴും കുട്ടികൾക്കും പേരൻസിനും ഉണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ അക്കോമഡേഷൻ എന്നുള്ളത്. ഈസ്റ്റേൺ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റികളുടെ ഭാഗമായിട്ടുള്ളതല്ല, അവ പ്രൈവറ്റ് ഹോസ്റ്റലിലായിരിക്കും താമസം. എന്നാൽ മോൾഡോവയിലെ മുഴുവൻ ഹോസ്റ്റലുകളും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതും മികച്ച സൗകര്യങ്ങളുള്ള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളുമാണ്. തുച്ഛമായ വാടക മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഈ ഹോസ്റ്റൽ കോംപ്ലക്സ് ആകട്ടെ, സ്പോർട്സ് കോംപ്ലക്സുകൾ, മറ്റ് റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, ജിമ്മ് ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള യൂറോപ്യൻ റെസ്റ്റോറൻറ്റ്സിനെ കൂടാതെ തന്നെ അവർക്കൊരു ഇന്ത്യൻ മെസ് ഫെസിലിറ്റിയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റിയും ഈ ഹോസ്റ്റലിലുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കുന്നില്ലെങ്കിൽ തന്നെയും കുട്ടികൾക്ക് വേണമെങ്കിൽ ഓരോ ഫ്ലോറിലും 2 കിച്ചൺ വെച്ചുണ്ടാകും. ആ 2 അവർക്ക് സെൽഫ് കുക്കിങ്ങും സാധ്യമാണ്. ഇന്ത്യക്കാരായ കുട്ടികളെ പലപ്പോഴും ഉള്ള ഒരു ആശങ്ക, ഇന്ത്യൻ ഫുഡ് കിട്ടുമോ, ഇത്തരം ചില ആശങ്കകളുണ്ട്. ആക്ച്വലി
ഈ ആശങ്കകൾക്ക് വളരെ വിശാലമായ രീതിയിലുള്ള പരിഹാരം തന്നെയാണ് മോൾഡോവയിലെ ഹോസ്റ്റലും അതിനനുബന്ധിത താമസ മറ്റ് സൗകര്യങ്ങളുടെ ഭാഗമായി ലഭ്യമാകുന്നത്. നമ്പർ 14, എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമുണ്ട്. അവർക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് എന്നൊരു എക്സാമിനേഷൻ പാസ്സാവണം, നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്. ഈ നെക്സ്റ്റിനുള്ള പരിശീലനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. നെക്സ്റ്റ് പരിശീലനം നൽകുന്ന ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനം. നെക്സ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അത് ഒരേ സമയം ഇന്ത്യയിലെയും വിദേശത്തെയും മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എഴുതുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് എന്നതിനപ്പുറം ഇനി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. നെക്സ്റ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള അഡ്മിഷൻ ലഭ്യമാകുന്നത്. അതിൽ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന സ്ഥാപനം നേരിട്ട് മോൾഡോവയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നെക്സ്റ്റിൻ്റെ കോച്ചിങ് 5th and 6th ഇയർ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഓരോ 10 ദിവസം കൂടുമ്പോൾ ഒരു ഫാക്കൽറ്റി അവിടേക്ക് വിമാനമാർഗം എത്തുകയും അദ്ദേഹം താമസിച്ച് ഈ 10 ദിവസം ആ ക്ലാസ് എടുക്കുകയും തുടർന്ന് ഓൺലൈനായിട്ട് എക്സാമിനേഷൻസും റിവ്യൂസും ഒക്കെ നടത്തിയ ശേഷം തിരിച്ചു പോവുകയും ചെയ്യും. ക്ലാസ്സുകളെല്ലാം ലൈവാണ്, ഡയറക്റ്റ് ക്ലാസ് റൂം ക്ലാസ്സാണ്. എക്സാമിനേഷൻസ് മാത്രമേ ഉള്ള സിസ്റ്റത്തിൽ കൂടെ പോകുന്നത് ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. അതിനുശേഷം അടുത്ത 10 ദിവസം അടുത്ത ഫാക്കൽറ്റി വരുന്നു. മൊത്തം 19 വിഷയങ്ങൾ കവർ ചെയ്യുന്നതിനകത്ത് 12 വിഷയങ്ങൾ, മേജർ 12 വിഷയങ്ങളും ഇന്ത്യയിൽ നിന്നും ഫാക്കൽറ്റി നേരിട്ട് വന്ന് നെക്സ്റ്റ് കോച്ചിങ് കൊടുക്കുന്നു. മറ്റ് 7 വിഷയങ്ങൾക്ക് അവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആപ്പ് ആക്സസിബിളാണ്. കുട്ടികൾ പാസ് ഔട്ട് ചെയ്ത് 6 മാസം കൂടെ ഈ ആപ്പ് ആക്സസിബിൾ ആയിരിക്കും. ആ പ്രിപ്പറേഷൻ എക്സാമിന് മുമ്പ് വരെ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സിൽ കൂടെ അതിലും പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. മറ്റ് പല മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും ഇതില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സെലക്റ്റീവായിട്ടുള്ള നമ്പറായ കുട്ടികൾ പഠിക്കുന്നു, ക്വാളിറ്റി സ്റ്റുഡൻസ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി സ്റ്റുഡൻസ് ഇന്ത്യയിലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സാകണമെന്ന് യൂണിവേഴ്സിറ്റിക്കും ഞങ്ങൾക്കും ഒക്കെ പ്രത്യേകമായ താല്പര്യമുണ്ട്. നിങ്ങളുടെ ഓരോ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും താല്പര്യവും അത് തന്നെയാണ്. അത് സംരക്ഷിക്കാനുള്ള ഒരു സൗകര്യവും മോൾഡോവയിലുണ്ട്. 15ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം. കാരണം ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കുട്ടികൾ പോകുന്ന ലോകത്തെ മറ്റെല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലും സർക്കാർ തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തിട്ടില്ല. മോൾഡോവയിലെ ദേശീയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ USMFും ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ഗവൺമെൻറ് തലത്തിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു മന്ത്രിമാരും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിമാരും മറ്റ് ഒഫീഷ്യൽസും ആരും തന്നെ ഈ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും വിസിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ 2016 മോൾഡോവയിൽ കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ വിസിറ്റ് ചെയ്യുകയും അതിനുശേഷം ഇന്ത്യൻ എംബസി പ്രത്യേകം മുൻകൈയെടുത്ത് ആരോഗ്യരംഗത്ത് ഇന്ത്യയും മോൾഡോവയുമായി സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു MOU തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2019 കേരളത്തിൻ്റെ അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ഒരു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം യൂണിവേഴ്സിറ്റി പൂർണ്ണമായി വിസിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അവിടെ ആയുർവേദവുമായിട്ട് ഒരു ചെയർ ആരംഭിക്കുന്നതിനും ആയുർവേദത്തിൻ്റെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നതിനും ഒരു സെൻറ്റർ ആരംഭിക്കുന്നതിനും അവർ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എഴുതിയിരുന്നു. അതിനു മുമ്പ് അവിടുന്ന് ഡെലിഗേഷൻ ഇന്ത്യയിലേക്ക് വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ ആരോഗ്യമന്ത്രിയെയും മറ്റ് ഒഫീഷ്യൽസുമായി നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാർ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചെഴുതുകയും ആയുർവേദത്തിൻ്റെ ഒരു ചെയറും ക്ലിനിക്കും ആരംഭിക്കുവാനുള്ള നടപടികൾ ഈ കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പ് ആരംഭിച്ചിരുന്നു. ഇങ്ങനെ ഗവൺമെൻറ് തലത്തിൽ ചില റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ മന്ത്രിമാരും ഒഫീഷ്യൽസും നേരിട്ട് വിസിറ്റ് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഏക മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് മോൾഡോവയുടെ ദേശീയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ നിക്കോളെ ടെസ്റ്റിമിറ്റാണു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുതന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെൻറ് തലത്തിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിലെ കുട്ടികൾ ആ രാജ്യത്തേക്ക് വരുമ്പോൾ ഉള്ള കരുതൽ, അവർക്ക് കിട്ടുന്ന ചില ഉറപ്പുകൾ, അവരുടെ പ്രാക്ടീസിങ് അടക്കമുള്ള കാര്യങ്ങളിലും അവരുടെ വിദ്യാഭ്യാസത്തിലും എത്രമാത്രം യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റും ഒക്കെ ഇൻവോൾവ് ആണെന്ന് എന്നുള്ളതിൻ്റെ ചില തെളിവുകളാണ്. അവർ യൂണിവേഴ്സിറ്റി മാത്രമല്ല, നമ്മുടെ അന്നത്തെ ആരോഗ്യമന്ത്രി വിസിറ്റ് ചെയ്തപ്പോൾ മോൾഡോവയിലെ ആരോഗ്യമന്ത്രിയെ വിസിറ്റ് ചെയ്തിരുന്നു ആക്ച്വലി. അങ്ങനെ മികച്ച ഫാക്കൽറ്റികളും മികച്ച സൗകര്യങ്ങളുമൊക്കെയുള്ള അല്ലെങ്കിൽ മികച്ച അധ്യയനത്തിനുള്ള ഒരു അവസരമുള്ള അല്ലെങ്കിൽ ആംബിയൻസ് ഉള്ള എല്ലാ കാര്യങ്ങളിലും ഉറപ്പ് നൽകാൻ എന്തുകൊണ്ടും
കഴിയുന്ന അല്ലെങ്കിൽ ആർക്കും നിസ്തർക്കമായി ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മോൾഡോവയിലെ USMF. ഞാൻ നിങ്ങളുമായി പങ്കുവച്ച ഈ 15 കാര്യങ്ങളിൽ തീരുന്നില്ല USMFനെയോ മോൾഡോവയെ പറ്റിയുള്ള വിശദമായ മറ്റ് കാര്യങ്ങൾ. ഇനിയും ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് USMFനെ പറ്റിയും മോൾഡോവയെക്കുറിച്ചും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇതിനുശേഷമുള്ള മോൾഡോവയുടെ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങൾക്കും എന്താവശ്യങ്ങൾക്കും ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടാവുന്നതാണ്.